മ്യാൻമറിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ 100-ലേറെ ആളുകൾ മരിച്ചതായി ആശങ്ക. ഭൂകമ്പത്തെ തുടർന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങളും റിപ്പോർട്ടുകളും ഏറെ ഞെട്ടലുണ്ടാക്കുന്നവയാണ്. രാജ്യത്തുണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ 25 പേർ മരിച്ചതായാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ഔദ്യോഗിക വിവരം. എന്നാൽ മരണസംഖ്യ 100 കടക്കുമെന്നാണ് രക്ഷാപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നത്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് രാജ്യത്തെ നടുക്കിയ ദുരന്തമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 7.7, 6.4 തീവ്രത രേഖപ്പെടുത്തിയ 2 ഭൂകമ്പങ്ങളാണ് ഉണ്ടായത്. നിരവധി കെട്ടിടങ്ങളും പാലങ്ങളും തകർന്നു. മ്യാൻമറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മെന്റാലെ തകർന്നടിഞ്ഞു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 6 പ്രവിശ്യകളിൽ പട്ടാള ഭരണകൂടം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. സുപ്രധാന ദേശീയപാതകൾ പലതും 2ആയി പിളർന്നതായും റിപ്പോർട്ടുകളുണ്ട്. തായ്ലാന്റിലും സമീപ പ്രദേശങ്ങളായ ചൈനീസ് പ്രവിശ്യകളിലും ഭൂചലനം അനുഭവപ്പെട്ടു. പ്രകൃതി ദുരന്തത്തിൽ സാധ്യമായ എല്ലാ സഹായവും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിട്ടുണ്ട്. മ്യാൻമറിലും തായ്ലാന്റിലും സർക്കാരുകളുമായി ബന്ധപ്പെടാൻ വിദേശകാര്യ മന്ത്രാലയത്തോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. മ്യാൻമറിൽ 20 പേരും തായ്ലാന്റിൽ 2 പേരും മരിച്ചതായാണ് ഔദ്യോഗിക റിപ്പോർട്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളികളായ 80 പേരെ കാണാതാവുകയും ഇവർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അടുത്ത 6 മണിക്കൂറിനുള്ളിൽ തുടർ ഭൂചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ജനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മുന്നറിയിപ്പ്. നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം, വീടുകൾ തുടങ്ങിയവ നിലം പതിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരുന്നു. ആളുകൾ നിലവിളിച്ച് ഓടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ബാങ്കോക്കിലെ ഒരു മെട്രോ സ്റ്റേഷനിൽ ട്രെയിൻ അതിശക്തമായി കുലുങ്ങുന്നത് കാണിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. 7 സെക്കൻഡ് ദൈർഘ്യമുള്ള ക്ലിപ്പിൽ റെയിൽവേ സ്റ്റേഷൻ ആടി ഉലയുന്നതും യാത്രക്കാർ പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടുന്നതും കാണാം. മ്യാൻമറിലെ മറ്റാലെയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. സാംഗൈങ് നഗരത്തിന് വടക്ക് പടിഞ്ഞാറായി 16 കിലോമീറ്റർ അകലെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:50 10 കിലോമീറ്റർ താഴ്ചയിൽ ഭൂകമ്പം ഉണ്ടായതെന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ അറിയിച്ചിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയതായും അന്താരാഷ്ട്ര സഹായത്തിനായി അഭ്യർത്ഥിക്കുകയാണെന്നും മ്യാൻമറിലെ സൈനിക ഭരണകൂടം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതിശക്തമായ ഭൂചലനത്തിൽ കൂറ്റൻ കെട്ടിടങ്ങൾ തകർന്നു വീണ് നിരവധി പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. മ്യാൻമറിലെ ആവാ സഗയിങ് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചരിത്ര പ്രശസ്തമായ പാലവും തകർന്നു. ബാങ്കോക്കിലെ ചതുചക് മാർക്കറ്റിൽ കെട്ടിടം തകർന്നു വീണു. ഇതിനു പുറമെ ബംഗ്ലാദേശ്, ഇന്ത്യ, ചൈന എന്നിവിടങ്ങളിലും ഭൂകമ്പത്തിന്റെ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ മേഘാലയയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തിയ പ്രകമ്പനങ്ങളാണ് ഉണ്ടായത്.